നമസ്കാരം, ബസീറ ചാനലിലേക്ക് സ്വാഗതം. ഇവിടുത്തെ അടുക്കളയിൽ മൂലയ്ക്ക് ഇരിക്കുന്ന ഉപ്പ് ഭരണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കാണാൻ നല്ല ഐശ്വര്യം മാത്രമല്ല, ഉപയോഗിച്ച് തുടങ്ങിയാൽ ഉപേക്ഷിക്കാൻ തോന്നുകയില്ല. ചില സമയത്ത് ഉപ്പ് പൊടി ഉപയോഗിക്കുന്നത് എളുപ്പമെന്ന് തോന്നും, ചില സമയത്ത് ഉപ്പുനീര് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് തോന്നും. അത് നമ്മുടെ ഇഷ്ടം. ഇതുപോലെ ഒരു ചെറിയ ഭരണിയിലാണ് പൊടിയുപ്പ് ഇട്ട് വയ്ക്കുന്നത്. പൊടിയുപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നുള്ളൂ. പാചകത്തിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഉപ്പുവെള്ളമാണ്. അങ്ങനെ അമ്മുക്കുട്ടിയുടെ ഉപ്പ് ഭരണി 40 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. നേരത്തെ മുതൽ ഇവിടെ ഉള്ളത് കൊണ്ടാവാം ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപ്പ് ഭരണി റെഡിയാക്കാം. കഴുകി വൃത്തിയാക്കിയ ഭരണിയിലേക്ക് 800-850 ഗ്രാം ക്രിസ്റ്റൽ സീ സോൾട്ട് ചേർക്കുക. അയഡൈസ്ഡും നോൺ അയഡൈസ്ഡും അവൈലബിൾ ആണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു 2.25 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. മരത്തിൻ്റെ കയ്യിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പ് കലങ്ങാണ്ടാവുന്ന വരെ. കുറച്ചുപ്പ് കലങ്ങാണ്ട് കിടക്കും, സാച്ചുറേറ്റഡ് ആയതുകൊണ്ട്. അപ്പം നിർത്താം. ഉപ്പ് ഭരണി റെഡി. സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ഒരു ടൈലുമിലോ കല്ലുമിലോ. ഉപ്പെടുക്കാൻ ചിരട്ടയാണ് നല്ലത്. ഉപയോഗിച്ച് ചിരട്ട നല്ല ബ്ലാക്ക് കളറാവും. ഇനി ആവശ്യാനുസരണം ഈ ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പിൻ്റെ അളവ് പ്രാക്ടീസ് കൊണ്ടേ അറിയൂ. ഈ ഉപ്പ് എളുപ്പത്തിൽ ഈവണായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിക്കോളും. ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ സൗകര്യമാണ്. ഈ ഉപ്പ് ഉപയോഗിച്ച് ശീലിച്ചവർ കുക്കിങ്ങിന് കൂടുതലും ഈ ഉപ്പാണ് ഉപയോഗിക്കുക. ഹാൻഡിയാണ്, ലെസ് റിഫൈൻഡ് ആണ്. നല്ല കോൺസെൻട്രേറ്റഡ് ആണ്, കൂടിപ്പോകരുത്. ഉപ്പ് ഭരണിക്ക് അടുക്കളയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.